ആർട്ടിസ്ട്രി ഷോയിലെ ഓരോ ആഭരണവും കാൽപ്പനികതയുടെയും കരവിരുതിൻ്റെയും കയ്യൊപ്പ് ചാർത്തുന്നവയാണ്. ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ആർട്ടിസ്ട്രിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ആഭരണവും. നൂറ്റാണ്ടുകളായി പല രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വരുന്നതും പൗരാണിക കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നതുമായ അമൂല്യമായ ആഭരണ ഡിസൈനുകളുടെ സാന്നിധ്യം ഈ പ്രദർശനത്തെ വേറിട്ട് നിർത്തുന്നു. പരമ്പരാഗത ശില്പചാരുതയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ആർട്ടിസ്ട്രി ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണം, ഡയമണ്ട്, അമൂല്യരത്നങ്ങൾ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വൈദഗ്ധ്യമാർന്ന ആഭരണങ്ങളുടെ വിൽപ്പനയും പ്രദർശനവുമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആർട്ടിസ്ട്രി ഷോയിൽ കാണാൻ വേണ്ടി സാധിക്കുക. സോ ഇന്ന് മുതൽ നവംബർ 22 മുതൽ നവംബർ 30 വരെ നമ്മുടെ സ്വന്തം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആർട്ടിസ്ട്രി ഷോയിൽ നിങ്ങൾ എല്ലാവരും വരണം. കുറേയധികം യൂണിക് കളക്ഷൻസും ഡിസൈൻസുമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളുടെ ചീഫ് ഗസ്റ്റ് മിയ ജോർജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അല്പസമയത്തിനുള്ളിൽ മിയ ഇവിടേക്ക് വരുന്നതായിരിക്കും. സോ അതിനുശേഷം നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട സോണൽ ഹെഡ് ജാസിർ തണ്ടോറെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് സ്വാഗതം ചെയ്യാം. സോ യെസ്, കുറേയധികം ഡിഗ്നിറ്ററീസ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ പാർട്ട്നേഴ്സും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ കമ്മിങ്. So yes, she is here, the very beautiful, the very gorgeous. നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സിനിമാ താരം മിയ ജോർജ്, all in Malabar Gold and Diamonds. So yes, Mia is here. Mia എനിക്ക് തോന്നുന്നു കുറേയധികം പ്രാവശ്യം കണ്ണൂരിൽ വന്നിട്ടുണ്ടാകും അല്ലേ? സോ എന്താണ് കണ്ണൂർക്കാരെ കുറിച്ച് പറയാനുള്ളതും? ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാണ്. ആദ്യം തന്നെ അതായിരിക്കും നമുക്ക് ചോദിക്കാനുണ്ടാവുന്നത് അല്ലേ? അബൌട്ട് ദ ഫുഡ്. കണ്ണൂരിലെ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യലാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. കണ്ണൂര് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യമേ ഞാൻ കണ്ണൂർ കാലുകുത്തുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന്, കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കണ്ണൂർ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കുറവായിരുന്നു, എന്നാൽ പോലും കുറച്ചധികം ദിവസങ്ങൾ ഞാൻ കണ്ണൂർ സ്റ്റേ ചെയ്ത് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് തലവൻ്റെ ഷൂട്ടിനായിരുന്നു. തലവൻ സിനിമ നമ്മൾ തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി അങ്ങനെ ഒരു ഏരിയയിലായതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കണ്ണൂർ നിന്ന് സ്റ്റേ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഭക്ഷണമായിരുന്നു. ഇന്നലെ ആണെങ്കിലും ഞങ്ങൾ ഇത്തവണ വന്നപ്പോഴാണ് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നമ്മളിവിടുന്ന് കഴിക്കാതെ പോകാൻ തോന്നത്തില്ല. കാരണം ഇവിടെ ഒരുപാട് ഭക്ഷണത്തിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. എനിക്ക് ഫിഷ് നല്ല ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഫിഷും കല്ലുമക്കായ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് എപ്പോഴും പോവാറുള്ളൂ. അപ്പോൾ ഇത്തവണ വന്നപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ണൂരുകാരുടെ കാര്യം പറയുകയാണെങ്കിലും എപ്പോഴും ഒരു നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, കഴിക്കാനുള്ളത് കൊണ്ട് തരട്ടെ, മറ്റേ ഇത് ട്രൈ ചെയ്തോ, മറ്റേത് ട്രൈ ചെയ്തോ, ഇത് ഇവിടുത്തെ ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഓപ്ഷൻസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നേഹം കാണിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും കണ്ണൂരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓൾവേസ് സന്തോഷം ഇവിടേക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് മിയ. മിയ ഇപ്പോൾ തലവൻ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? ശരിക്കും നമ്മളുടെ കണ്ണൂരിൻ്റെ മരുമകനാണ് ആസിഫ് അലി. സോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലമാണ് 2024 തലവൻ ഷോ പുറത്തേക്ക് ഇറങ്ങിയത്, ആ ഒരു ഫിലിം റിലീസായത്. സോ ചെറിയൊരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എന്തെങ്കിലും ഫണ്ണി എക്സ്പീരിയൻസും ആകാം വിത്ത് ആസിഫ് അലി. ആസ്ഫിക്ക കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തലശ്ശേരി നിന്നൊക്കെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ താല്പര്യം, നല്ല ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മൾ തലവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തലവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞിരുന്നു പുള്ളിയുടെ മദറിനിലോ ഭയങ്കര നന്നായിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ കൊതിപ്പിച്ചു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞത് കേട്ടിട്ട് അയ്യോ നമുക്കിത് കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പുള്ളി എന്നിട്ട് എത്തിക്കാം, റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു. ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് പുള്ളി അത് റെഡിയാക്കി നമുക്ക് ലൊക്കേഷനിൽ എത്തിച്ചു. നമ്മളെല്ലാം അയ്യോ വയറ് നിറയെ കഴിച്ച്
ഭയങ്കര ഭയങ്കര നല്ലൊരു ബിരിയാണി ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എടുത്തു പറയാൻ തോന്നിയത് പുള്ളി ഒരു കാര്യം പറഞ്ഞു, ബിരിയാണി ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് കൊതിയായി കഴിക്കണം എന്ന് ആഗ്രഹം വന്നപ്പോൾ അത് റെഡിയാക്കി നമ്മളെ എത്തിച്ച് നമ്മളെ കഴിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പ്രോമിസ് പുള്ളി കീപ്പ് ചെയ്തു. നല്ല ഫുഡിയാണ് ആള്. കുറേ സ്ഥലത്തെ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ അറിയാം. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ കാര്യത്തിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരാണ് എന്തായാലും. മിയ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഗായികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മിയ നന്നായിട്ട് പാട്ട് പാടും. മിയന്റെ രണ്ടുപേരും നമുക്ക് പാട്ട് കേൾക്കണ്ടേ? വേണ്ടേ? നമുക്കിവിടെ വന്ന് നമുക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് സംസാരിക്കാമേ. എന്തായാലും ഞാൻ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു പാട്ട് എന്തായാലും മിയ പാടണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അറിയില്ല, എന്തായാലും ആഗ്രഹിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് നമ്മുടെ സോണൽ ഹെഡ് മിസ്റ്റർ ജാസിർ തണ്ടോർ അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 27 വർഷമായി കണ്ണൂർ മലബാർ ഗോൾഡ് കണ്ണൂരുണ്ട്. 1998 ആരംഭിച്ച് ഇന്ന് 3ാമത്തെ ലൊക്കേഷനിലേക്ക് മാറി. ഏറ്റവും വലിയ ഷോറൂമായി, ഏറ്റവും വലിയ ലൊക്കേഷനിൽ ഏറ്റവും കൂടിയ സെലക്ഷനോടുകൂടി കണ്ണൂർ ജില്ലയിൽ ഇന്ന് 4 ഷോറൂമുകളാണ് മലബാർ ഗോൾഡ് ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ആഭരണം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. അത് ഇഷ്ടമുള്ളവർ, സ്നേഹമുള്ളവർ കൈമാറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ അച്ഛൻ മകൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഓരോ ആഭരണത്തിൻ്റെ മേലെയും എത്രത്തോളം പുതുമ നിലനിർത്താൻ പറ്റുമോ, ഓരോ ആഭരണവും ഓരോ കലാകാരൻ്റെ കരവിരുതാണ്. അത്രത്തോളം സെലക്ഷനിൽ പുതുമ നിലനിർത്താൻ മലബാർ ഗ്രൂപ്പ് എന്നും ശ്രദ്ധ പുലർത്താറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി 14ഓളം രാജ്യങ്ങളിൽ 400 പരം ഷോറൂമുകളുടെ മലബാർ ഗ്രൂപ്പിന് ഇന്ത്യയിൽ 14ഓളം ഹോൾസെയിൽ യൂണിറ്റുകളും 15ഓളം ഫാക്ടറി യൂണിറ്റുകളുടെ മലബാർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതുമയാർന്ന സെലക്ഷൻ, ഏറ്റവും വെറൈറ്റി കളക്ഷൻ, ഗോൾഡിലായിക്കോട്ടെ ഡയമണ്ട്സിലായിക്കോട്ടെ 20ഓളം വരുന്ന ബ്രാൻഡുകളിൽ വാച്ചസിലടക്കം പ്ലാറ്റിനം, അതുപോലെ തന്നെ പ്രീഷ്യസ് ജംസ് ജ്വല്ലറിയിലൊക്കെ ഉള്ള വെറൈറ്റി ആഭരണങ്ങളുടെ ഒരു ഷോ ആണ് ഈ മാസം 30 തീയതി വരെ ഇവിടെ കണ്ണൂർ മലബാർ ഗോൾഡിൽ നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കണ്ണൂരിലുള്ള ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഒരു സദസ്സാണ് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച ആളുകൾ, നമ്മളെ പവർ ജിം ഓണർ സാജൻ ഭായ്, അതുപോലെ തന്നെ കോക്ടെയിൽ, കണ്ണൂരിൻ്റെ എല്ലാവർക്കും, കണ്ണൂരെന്ന് പറയുമ്പം നമ്മളെ മിയ ജോർജൊക്കെ പറഞ്ഞതിൻ്റെ തൊട്ട് എന്നും ഫുഡിന് പേര് കേട്ട ഒരു സ്ഥലമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ജ്യൂസിൻ്റെ കാര്യത്തിലും ഞങ്ങളൊരു പേരാണ്. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ മാത്രമേ കിട്ടൂ, ഇന്നലെ കുടിച്ചു കൂടും. ഓക്കെ. ഇപ്പോൾ ദുബായിലടക്കം മൂപ്പർ അതിൻ്റെ ഔട്ട്ലെറ്റ്, അതിൻ്റെ MD ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആര്യ കാഡിങ് സ്റ്റുഡിയോ MD, അതുപോലെ തന്നെ മോഹനൻ സാർ, റിട്ടയർഡ് ആർമി, ഒരുപാട് ഞങ്ങളതാക്കി മാറ്റിയ ഒരുപാട് കസ്റ്റമേഴ്സ്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു സപ്പോർട്ട് എന്നും കസ്റ്റമേഴ്സാണ്. മലബാർ ഗോൾഡ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് 3ാമത്തെ ലൊക്കേഷനിലേക്ക് മാറാനും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമായിട്ട് കണ്ണൂർ മലബാർ ഗോൾഡ് വെഡ്ഡിംഗ് ലോഞ്ച് പോലുള്ള ഏറ്റവും നല്ല ഡയമണ്ട് കൗണ്ടർ പോലുള്ള ഷോറൂമാക്കി മാറ്റാൻ കമ്പനി താല്പര്യപ്പെടാൻ കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടും സഹകരണവും ഒക്കെയാണ്. എന്തായാലും അതിന് തിരിച്ചും കമ്പനി നിങ്ങൾക്ക് ഈ ഇത്തരം പ്രൊഡക്റ്റുകളുടെ ഒരു എക്സിബിഷൻ കം സെയിൽ, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ആഭരണങ്ങളുടെ ഒരു ട്രഡീഷണൽ ഐറ്റംസിൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ സെയിലല്ലാത്ത പീസ് കാണാനും, അത് പണ്ടുള്ള ആളുകൾ ഉപയോഗിച്ച ആഭരണങ്ങൾക്ക് ഒരു എക്സിബിഷൻ കൗണ്ടർ കൂടി ഇവിടെ ഈ ഷോയുടെ അനുബന്ധിച്ച് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പണിക്കൂലിയിൽ സ്പെഷ്യൽ ഓഫറുകളുണ്ട്. പിന്നെ ലൈഫ് ലോങ് ഫ്രീ മെയിൻ്റെനൻസ്, 1 ഇയർ ഇൻഷുറൻസ് കവറേജും ഒക്കെ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മലയാളികളുടെ മനസ്സിൽ എന്നും തൻ്റേതായ ശൈലി കൊണ്ട് പാവാട പോലെയുള്ള, ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള പടങ്ങളിൽ നമ്മളെല്ലാം മനങ്കവർന്ന് മിയ ജോർജിനെ ഞാൻ ആദ്യമായി മലബാർ ഗോൾഡിൻ്റെ പേരിൽ ഈ ഒരു സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ ഒരു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളെല്ലാമായ കസ്റ്റമേഴ്സ്, പ്രിയ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ മിയ ജോർജിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. നമ്മളുടെ ഇനോഗ്രേഷനാണ്. സോ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ ആഭരണം ഇതാ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മിയയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഫോർ ദി ഇനോഗ്രേഷൻ ഓഫ് ദി ആർട്ടിസ്ട്രി ഷോ. യെസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോയുടെ ആ ഒരു ഇനോഗ്രേഷനാണ്. സോ യെസ്, മിയ ഇതാ റിവീൽ ചെയ്യുകയാണ്. സോ ബ്യൂട്ടിഫുൾ. മിയയെ പോലെ തന്നെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആണ് മിയ റിവീൽ ചെയ്തിരിക്കുന്നത്.
ആർട്ടിസ്ട്രി ഷോ ഇന്ന് മുതൽ നവംബർ 22-ാം തീയതി മുതൽ നവംബർ 30-ാം തീയതി വരെയാണ് ഉള്ളത്. സോ കുറേയധികം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആൻഡ് കളക്ഷൻസ് ആണ് ഉണ്ടാവുക. സോ താങ്ക് യു സോ മച്ച് മിയ നേരത്തെ പാട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പല സ്റ്റേജിലും പാട്ട് പാടുന്നത്. സോ ഇവിടെ കണ്ണൂർ വന്നിട്ട് അല്ലേ വേണ്ടേ, നിങ്ങളുടെ കയ്യടി കിട്ടിയാൽ മാത്രമേ മിയ പാടുള്ളൂ. സാരമില്ല, ഈ പ്രോഗ്രാം കഴിയുന്നതിന് മുന്നേ ആയിട്ട് മിയ ഇവിടെ നിന്ന് പാട്ട് പാടിയിരിക്കും. താങ്ക് യു സോ മച്ച്. സോ എന്തായാലും അവസാനം എല്ലാവരും പോയി കഴിഞ്ഞ് ഞാനും മിയയും മാത്രം റൂമിൽ പോയിട്ട് എനിക്ക് വേണ്ടി മിയ പാടിത്തരുന്നതായിരിക്കും എന്തായാലും. That's so sweet of you. So okay, അടുത്തതായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബ്രാൻഡ് ഓർണമെന്റ്സിന്റെ ആദ്യ വിൽപ്പനയാണ് ഈ ഒരു വേദിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായി മൈൻ, കാലാതീതമായ വജ്രത്തിന്റെയും സംശുദ്ധ സ്വർണത്തിന്റെയും പെർഫെക്റ്റ് ഫ്യൂഷൻ, എന്നെന്നും എൻ്റെ സ്വന്തം എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ ഞങ്ങൾ നൽകുന്ന വജ്രാഭരണ ശേഖരണം. ഇത് നൽകുന്നതിനായി മിയ ജോർജിനെയും ഏറ്റുവാങ്ങുന്നതിനായി മലബാർ ക്രഷേഴ്സ് MD യൂനസ് ആൻഡ് ഫാമിലിയെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Yes, they are here. മലബാർ ക്രഷേഴ്സ് MD യൂനസ് ആൻഡ് ഫാമിലി ഏറെ സ്നേഹത്തോടെ നിറ കയ്യടികളോട് കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി നൽകാം. മൈൻ അതിൻ്റെ ആ ഒരു ആദ്യ വിൽപ്പനയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഏറ്റുവാങ്ങിയത് മലബാർ ക്രഷേഴ്സ് MD യൂനസ് ആൻഡ് ഫാമിലിയാണ് ഫ്രം മിയ ജോർജ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഇറ അൺകട്ട് ഡയമണ്ട്. ആഘോഷിക്കൂ രാജയുഗത്തിന്റെ പുനരാവിഷ്കാരം. പരിശുദ്ധ സ്വർണവും അൺകട്ട് ഡയമണ്ടുകളും ചേർത്ത് അതിസൂക്ഷ്മമായി തിരഞ്ഞെടുത്ത ആഭരണ വിസ്മയം, നിങ്ങളിലെ രാജകുമാരിക്ക് മിഴിവേകുന്ന രൂപകൽപ്പനയിൽ സൃഷ്ടിച്ചത്. ഇതിന്റെ ആദ്യ വിൽപ്പന നൽകുന്നതിനായി മിസ്റ്റർ മോഹൻ PVയെയും ഏറ്റുവാങ്ങുന്നതിനായി റിയ ബിൽഡേഴ്സ് MD റിയാസ് കുഞ്ഞിപ്പള്ളി ആൻഡ് ഫാമിലിയെയും ഏറെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിയയുടെ സാന്നിധ്യത്തിൽ ആ ഒരു ഇറ അൺകട്ട് ഡയമണ്ട് നൽകുന്നതിനായി മിസ്റ്റർ മോഹനൻ PVയെയും ഏറ്റുവാങ്ങുന്നതിനായി റിയ ബിൽഡേഴ്സ് MD റിയാസ് കുഞ്ഞിപ്പള്ളി ആൻഡ് ഫാമിലിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. And yes, ladies and gentlemen, that is Ira Uncut Diamond. Thank you so much. Precious Gem Jewelry. മാണിക്യവും മരതകവും ഇന്ദ്രനീലവും കവിത പോലെ ഇതൾ വിരിയുന്ന വിശിഷ്ടമായ ഡിസൈനുകൾ ആധുനിക വനിതയുടെ അഭിരുചികൾക്ക് ചേർന്ന രൂപകൽപ്പനയിൽ ഇതിൻ്റെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായി ക്ലാഡിംഗ് സ്റ്റുഡിയോ മാനേജിംഗ് ഡയറക്ടർ ആര്യ ദേവിയെയും ഏറ്റുവാങ്ങുന്നതിന് ശ്രേയ ചന്ദ്രശേഖരനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി നൽകാം. യെസ്, പ്രഷ്യ ജെം ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പനയാണ്. സോ അതിനായി ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായി ക്ലാഡിംഗ് സ്റ്റുഡിയോ മാനേജിംഗ് ഡയറക്ടർ ആര്യ ദേവി, ഏറ്റുവാങ്ങുന്നത് ശ്രേയ ചന്ദ്രശേഖർ. ദാറ്റ് ഈസ് പ്രഷ്യ ജെം ജ്വല്ലറി. പേര് പോലെ തന്നെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ആഭരണം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഡിവൈൻ്റെ ആദ്യ വിൽപ്പനയാണ്. മഹത്തായ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പുനരാവിഷ്കാരം, അനന്യമായ ഡിസൈനുകളും അനുപമമായ കൊത്തുപണികളും ഒത്തിണങ്ങിയ ശ്രേണിയിലൂടെ നമുക്ക് ആഘോഷിക്കാം. പൗരാണിക കാലം മുതൽ നിലനിന്ന് പോരുന്ന ആ സുവർണ ബന്ധം. ഇതിൻ്റെ ആദ്യ വിൽപ്പന
ഇതിന്റെ ആദ്യ വിൽപ്പന പവർ ഇൻ ജിം കണ്ണൂർ മിസ്റ്റർ സാജൻ അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിനായി KP രാധാകൃഷ്ണൻ ആൻഡ് ഫാമിലിയെയും ക്ഷണിക്കുന്നു. നമ്മുടെ പവർ ഇൻ ജിം കണ്ണൂർ ഓണർ മിസ്റ്റർ സാജൻ ഈസ് ഹിയർ ആൻഡ് ഏറ്റുവാങ്ങുന്നതിനായി KP രാധാകൃഷ്ണൻ ആൻഡ് ഫാമിലിയെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഡിവൈൻ. ആദ്യ വിൽപ്പന നമ്മുടെ സ്വന്തം പവർ ഇൻ ജിം കണ്ണൂരിന്റെ ഓണർ മിസ്റ്റർ സാജൻ ഏറ്റുവാങ്ങുന്നത് KP രാധാകൃഷ്ണൻ ആൻഡ് ഫാമിലി. താങ്ക് യു സോ മച്ച്. അടുത്തതായി എത്നിക്സിന്റെ ആദ്യ വിൽപ്പനയാണ്. കരവിരുതും കലാചാരുതയും സമ്മേളിക്കുന്ന അതുല്യമായ ആഭരണങ്ങൾ പഴമയുടെ പ്രൗഢിയും പാരമ്പര്യത്തിന്റെ കലാനൈപുണ്യങ്ങളും കൊത്തുവേലകളും എത്നിക്സ് ആഭരണങ്ങളെ അമൂല്യമാക്കുന്നു. ഇതിന്റെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായി ജയ മാത്യു ഏത്തക്കാട്ടിലിനെയും ഏറ്റുവാങ്ങുന്നതിനായി കോക്ടെയിൽ MD മെഹറൂഫ് ആൻഡ് ഫാമിലിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യ വിൽപ്പന നിർവഹിക്കുന്നത് ജയ മാത്യു ആൻഡ് ഏറ്റുവാങ്ങുന്നത് കോക്ടെയിൽ MD മെഹറൂഫ് ആൻഡ് ഫാമിലി. എന്തായാലും നമ്മുടെ കോക്ടെയിൽ ഇന്നലെ കുടിച്ചു എന്നാണ് മിയ പറഞ്ഞത്. കണ്ണൂരിലെ തന്നെ അല്ലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, കണ്ണൂരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളിലും ഒന്നാണ് കണ്ണൂർ കോക്ടെയിൽ. സാധ്യ വിൽപ്പന നിർവഹിക്കുന്നത് ജയ മാത്യു ആൻഡ് ഏറ്റുവാങ്ങുന്നത് കോക്ടെയിൽ MD മെഹറൂഫ് ആൻഡ് ഫാമിലി. താങ്ക് യു സോ മച്ച്. അടുത്തതായി വാച്ച് ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായി തലശ്ശേരി സ്റ്റോർ ഹെഡ് മിസ്റ്റർ ഷമീർ അത്തോളി ഏറ്റുവാങ്ങുന്നതിനായി അൽ സാഹിർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമറുബീൻ ഉമ്മറിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായി തലശ്ശേരി സ്റ്റോർ ഹെഡ് മിസ്റ്റർ ഷമീർ അത്തോളി. നല്ലൊരു കൈയടി നൽകാം. ഏറ്റുവാങ്ങുന്നതിനായി അൽ സാഹിർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമറുബീൻ ഉമ്മർ. താങ്ക് യു സോ മച്ച്. സോയസ് നമ്മുടെ ആദ്യ വിൽപ്പന ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി ഒരു മൊമെന്റോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു സ്പെഷ്യൽ ടോക്കൺ ഓഫ് ലവ് ആണ് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് ഫ്രം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വകാര്യ മേഖലയിലെ ഭൗതിക വെല്ലുവിളിയുള്ള മികച്ച ജീവനക്കാരി എന്ന മേഖലയിൽ ഇത്തവണത്തെ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ അംഗീകാരം ലഭിച്ച VK റിന്യയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി നൽകാം. VK റിന്യ, നമ്മുടെ കണ്ണൂരിന്റെ സ്വന്തം VK റിന്യ ഈസ് ഹിയർ. റിന്യയ്ക്ക് ഉപഹാരം നൽകുന്നത് മിയ ജോർജ്. ഈ ഒരു കയ്യടി പോരാ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഗീവ് ഹർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. റിന്യ ഈസ് ഹിയർ. ഇത്തവണത്തെ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ അംഗീകാരം ലഭിച്ച ഒരു യുവതിയാണ് VK റിന്യ. നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്നേഹോപഹാരമാണ് റിന്യ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. വളരെയേറെ സന്തോഷം. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് മിയ. താങ്ക്സ് എ ലോട്ട്. സോ അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. സോ ഈ ഒരു കേക്ക് കട്ടിംഗ് സെറിമണിക്കായിട്ട് നമ്മുടെ കുറേയധികം സുന്ദരിമാരായിട്ടുള്ള ബ്രൈഡ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അവരെല്ലാവരെയും ഞാൻ ഫോർ ദ കേക്ക് കട്ടിംഗ് സെറിമണി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശില്പ ചാൾസ്, ശ്രീദേവിക ശ്രീജേഷ്, സുൽഫത്ത്, ഷോണിമ ഗിരീഷ് ബാബു, ജിഷ്ണ സജീവൻ, കൃഷ്ണ സജീവൻ, നന്ദന ആൻഡ് അമൃത. യെസ്, നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വെരി ബ്യൂട്ടിഫുൾ ബ്രൈഡ്സ്, ദേ ആർ ഹിയർ അലോങ് വിത്ത് നമ്മളുടെ ഡിഗ്നിറ്ററീസ് മിയ ജോർജ്. എല്ലാവരുടെയും കൂടി ഇതാ ഒരു കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. കേക്ക് കട്ടിംഗ് സെറിമണിയാണ്, ഫുൾ ഓൺ. എല്ലാവരും വളരെ എന്താ പറയുക മനോഹരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. കുറേയധികം സുന്ദരിമാർ നിരന്ന് നിന്നുകൊണ്ടാണ് ഇവിടെ കേക്ക് കട്ടിംഗ് നടത്താൻ വേണ്ടി പോകുന്നത്.
All our beautiful brides along with Mia George. നല്ലൊരു കൈയടി നൽകാം. Yes, ആർട്ടിസ്ട്രി ഷോ നവംബർ 22 മുതൽ നവംബർ 30 വരെ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായിട്ട് മധുരം നുകർന്നുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ഷോയുടെ തുടക്കം കുറിക്കാം. Mia George along with her beautiful brides of Malabar, gold and diamonds. അതെ, മധുരം നൽകിക്കൊണ്ട് അതാ നമ്മളുടെ ഇന്നത്തെ ആർട്ടിസ്ട്രി ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ മധുരമുള്ളതാകട്ടെ നമ്മളുടെ ആർട്ടിസ്ട്രി ഷോയും നവംബർ 22 മുതൽ നവംബർ 30 വരെയാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ ലേഡീസ്, നിങ്ങളെല്ലാവരും നമ്മളുടെ ഒരു യുണീക്ക് ഡിസൈൻസ് ആൻഡ് യുണീക്ക് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിസ്ട്രി ഷോയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും വരണം. സോ ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജ്മെന്റ് ടീമിന് നമുക്ക് നല്ലൊരു കയ്യടി നൽകാം. നിങ്ങളുടെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഷോ ഇവിടെ ഉണ്ടാകാൻ കാരണം. അതേപോലെ തന്നെ നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്റ്റാഫ്, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കയ്യടി ഫോർ ദ സ്റ്റാഫ് ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അതിഥികൾ, സുഹൃത്തുക്കൾ, മീഡിയ പ്രവർത്തകർ, നിങ്ങൾ ഓരോരുത്തരും ഈ ദിനം കൂടുതൽ സ്മരണീയമാക്കി മാറ്റിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലേ മിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന ആ ഒരു മൊമെൻ്റ് ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബട്ട് സീരിയസ്ലി ഗൈസ്, മിയ നല്ലൊരു സിംഗറാണ്. ആക്ച്വലി ഞാനത് കുറേ പ്രാവശ്യം മിയ പാടുന്നത് കേട്ടിട്ടുമുണ്ട്. സോ ആഫ്റ്റർ ദിസ് ഫോട്ടോ സെഷൻ മിയ നമുക്ക് വേണ്ടിയിട്ട് 2 വരി പാടുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു ജ്വല്ലറി എക്സ്പീരിയൻസ് ഞാനും പറയാതിരിക്കുന്നത് ശരിയല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ജ്വല്ലറിയും ഇവിടുന്ന് തന്നെ നമ്മൾ എടുത്തതാണ്. അപ്പം ആക്ച്വലി ചൂസ് ചെയ്യാൻ നല്ല കഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആയിരുന്നു എന്നെ കാണിച്ചതൊക്കെ. പിന്നെ ഇതിന് ആപ്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് ഒരെണ്ണം ചൂസ് ചെയ്ത് ഞാൻ ഇട്ടു. കാരണം അത്രയും നമ്മളെ കൊതിപ്പിക്കുന്ന കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ മലബാർ ഗോൾഡ് ഓൾവേസ് നമ്മളെപ്പോഴും ഒരു ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അതിപ്പോൾ ഒരു ബ്രോഷർ കാണുകയാണെങ്കിൽ, ഒരു ഹോർഡിങ്സ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മളെപ്പോഴും ജ്വല്ലറിയിലേക്ക് നമ്മളിങ്ങനെ നോക്കും, എന്താണ് പുതിയ ഒരു സംഭവം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ്. അപ്പോൾ ഇതുപോലൊരു ആർട്ടിസ്ട്രി ഷോ എന്നൊക്കെ പറയുമ്പോൾ ജ്വല്ലറിയോട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബ്രൈഡ്സ് ആയിട്ട് ഇനി അല്ലേ അങ്ങനെ വെയർ ചെയ്യാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉള്ളവർക്ക് വലിയൊരു അവസരമായിരിക്കും. അപ്പോൾ ഞാനും മലബാർ ഗോൾഡിൻ്റെ സൈഡിൽ നിന്ന് ഞാനും കൂടെ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു ആർട്ടിസ്ട്രി ഷോ കാണാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും. ഒപ്പം തന്നെ കുറച്ച് ഡിസ്കൗണ്ട് പരിപാടികൾ അല്ലേ, കുറേ കാര്യങ്ങൾ അവർ ഈ ഒരു ഷോയോടനുബന്ധിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വളരെ ബെനിഫിഷ്യലായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ കമ്മിങ് ഡേയ്സിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് കഴിച്ചിട്ടാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആളുകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പിന്നെന്താ 2 വരി എന്നെ വിടില്ല അത്. ഓക്കെ. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ, തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ, വെള്ളിക്കോലുസിന്മേൽ ചുറ്റിപ്പിടിക്കല്ലേ തൊട്ടാവാടി തൈ
ഞാൻ പറഞ്ഞത് വെറുതെ ആയല്ലോ അല്ലേ? മിയ വളരെ നന്നായിട്ട് പാടും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പിടുത്തമാണ്, പക്ഷെ വളരെ നന്നായിട്ട് പാടി. നല്ലൊരു കൈയടി നൽകാം മിയ ജോർജ്. സോ താങ്ക് യു സോ മച്ച് മിയ. സോ അടുത്തതായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായി മിസ്റ്റർ അബൂബക്കർ സിദ്ദീഖ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ്, അദ്ദേഹത്തെ ഞാൻ വെൽക്കം ചെയ്യുന്നു. മേഡം ഒറ്റ കാര്യം കൂടെ മുന്നേ സുപരിചിതയാണ്. സിനി കണ്ണൂർ തന്നെയാണ് വീട്, സിനി ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറാണ്. അല്ല, എനിക്ക് ഓൾറെഡി പരിചയമുള്ള ആളാണ്. നമ്മൾ എറണാകുളത്തെ ഒരു ഇവൻറ്റിന് നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കണ്ണൂർ കാര്യമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കുറച്ച് മുമ്പ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇല്ല, കണ്ണൂർ സ്നേഹം എന്താണ് തുളുമ്പി നിൽക്കുകയാണ് അതിൻ്റെ. അതെ അതെ അതെ, ആ തുളുമ്പലിൻ്റെ കുഴപ്പമുള്ളൂ. That's so sweet of you, Mia. Thank you so much, and thank you so much, Jasirka. So yes, for the vote of thanks, I would like to invite Mr. Abubakar Siddiq, Deputy Showroom Head. Good morning all. ബഹുമാനപ്പെട്ട സോണൽ ജാസിർക്ക, നമ്മുടെ ഉദ്ഘാടക സിനിമ ആർട്ടിസ്റ്റ് മിയ മാഡം, മറ്റു വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാമായ കസ്റ്റമേഴ്സ്, നമ്മുടെ ആർട്ടിസ്റ്റ് ഷോ ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഷോ 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഇതിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല കലാകാരന്മാരും തീർത്തിട്ടുള്ള പല ഓർണമെൻറ്റ്സുകളാണ് ഈ അവസരത്തിൽ നമ്മളിവിടെ ഈ ഷോറൂമിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് കസ്റ്റമേഴ്സിനൊക്കെ ആസ്വദിക്കാനും പർച്ചേസ് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ ഒരുപാട് ഓഫറുകളും ഒക്കെ ഈ അവസരത്തിൽ കസ്റ്റമേഴ്സിന് ലഭ്യമാണ്. പിന്നെ അതിൻ്റെ പുറമെ പുരാതനമായിട്ടുള്ള ഒരുപാട് ഓർണമെൻറ്റ്സുകൾ ഈ സമയത്ത് കസ്റ്റമേഴ്സിനെ കാണാൻ ഇവിടെ അവസരം ഒരുക്കിയിരിക്കുകയാണ്. 100 വർഷത്തിൽ മുകളിൽ കാലഹരണപ്പെട്ട ഒരുപാട് ഓർണമെൻറ്റ്സുകൾ നമ്മൾ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഉദ്ഘാടക വളരെ സ്നേഹത്തോടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഫംഗ്ഷനിൽ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രൈഡ്സ്, ഇവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഫസ്റ്റ് സെയിൽ ഏറ്റുവാങ്ങിയ എല്ലാ കസ്റ്റമേഴ്സിനും, അത് വിതരണം ചെയ്ത നമ്മുടെ എല്ലാമായ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടി ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയ എല്ലാമായ കസ്റ്റമേഴ്സിനും, അതുപോലെ നമ്മുടെ സഹപ്രവർത്തകരായ മറ്റ് ഷോറൂമുകളിൽ നിന്നെത്തിയ നമ്മുടെ സ്റ്റോർ ഹെഡ്സ്, അതുപോലെ അതിനുപരി നമ്മുടെ മീഡിയാസ്, എല്ലാവർക്കും നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സഹപ്രവർത്തകർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.